പച്ചയുടെ ഒരു ഫെവിക്കോൾ. ഇപ്പൊ ഒരു കടയിൽ ചെന്ന് ആരും പശ തരാൻ പറയാറില്ല, പകരം ഒരു ഫെവിക്കോൾ തരാനാണ് പറയാറ്. ഒരു പിയൂണിന്റെ സിമ്പിൾ ഐഡിയയിൽ നിന്നും 15,000 ബില്യൺ രൂപയുടെ എംപയർ. ഫെവിക്കോൾ സാധനങ്ങൾ മാത്രമല്ല ഒട്ടിച്ചിരുന്നത്, അത് ആളുകളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഒട്ടിച്ചു വെച്ചു. പിന്നീട് പിയൂണായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ബൽവന്ത് പരേഖ് എല്ലാവരും ഇഗ്നോർ ചെയ്ത ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു. ആ സമയത്ത് ആനിമൽ ഫാറ്റിൽ നിന്ന് ഉണ്ടാക്കിയിരുന്ന പശ ഭയങ്കര മെസ്സിയായിരുന്നു. സത്യം പറഞ്ഞ കാർപ്പന്റേഴ്സിന്റെ പേടി സോപ്പ്. ആ ഗ്യാപ്പ് മനസ്സിലാക്കിയ ബൽവന്ത് അതിന് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു. എ വൈറ്റ് സിന്തറ്റിക് റെസിൻ ഗ്ലൂ, ക്ലീൻ, സിമ്പിൾ ആൻഡ് സ്ട്രോങ്. 1959 അദ്ദേഹം പീഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ലോഞ്ച് ചെയ്തു. എന്നിട്ട് കാർപ്പന്റേഴ്സിന് സാമ്പിൾസ് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞു. ഫെവിക്കോൾ പിന്നീട് ഒരു പശ മാത്രമായിരുന്നില്ല, അത് ഓരോ ഹൗസ് ഹോൾഡുകളുടെയും ക്ലാസ് റൂമുകളുടെയും മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുടെയും ഭാഗമായി മാറി. പക്ഷെ ഫെവിക്കോളിന്റെ എന്താണ് മികച്ചതെന്ന് നമുക്കറിയോ? അവർ ഓൺ പോയിന്റ് മാർക്കറ്റിംഗ്. ഫ്രം എലിഫന്റ് വിന്നിംഗ് ആഡ്സ് ടു കാൻസ് ലെവൽ ക്രിയേറ്റിവിറ്റി. അവരുടെ ടോപ്പ് നോസ് ബ്രാൻഡിംഗ് വെച്ച് എല്ലാ വീടുകളിലും അവരൊരു സ്ഥാനം ഉറപ്പിച്ചു. പീഡിലൈറ്റ് ഇൻഡസ്ട്രീസിന്റെ അണ്ടറിൽ എംസിൽ, ഡോക്ടർ ഫിക്സിറ്റ്, ഫെവിക്രിൽ പോലുള്ള കൂടുതൽ ടോപ്പ് സെല്ലേഴ്സ് അവർ ലോഞ്ച് ചെയ്തു. ആൻഡ് ടുഡേ അഡേസീവ് മാർക്കറ്റിന്റെ 70% ഹോൾഡ് ചെയ്യുന്നത് ഫെവിക്കോൾ ആണ്. അപ്പൊ അടുത്ത തവണ ചിപ്കാലേ സാരേ ഫെവിക്കോൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് മോർ ദാൻ എ സോങ്.